നെഹ്റു കുടുംബത്തിൽ മാത്രമുള്ളവർക്ക് റിസർവ് ചെയ്ത് വെച്ച സ്ഥാനമൊന്നുമല്ലല്ലോ. ഇന്ത്യ മഹാരാജ്യത്ത് ജ്യൂസ് അടിക്കുന്നവനും ചായക്കച്ചവടം നടത്തുന്നവനും ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും ബസ് കണ്ടക്ടർക്കും അതല്ലെങ്കിൽ അധ്യാപക വൃത്തി ചെയ്യുന്നവർക്കും ഒക്കെ കയറിയിരിക്കാവുന്ന ഒരു പദവി തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി. അത് നെഹ്റു കുടുംബത്തിൽ ജനിച്ചുപോയി എന്ന ഒരൊറ്റ ഔദാര്യം കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർക്ക് മാത്രം റിസർവ് ചെയ്ത് വെച്ച സ്ഥാനമല്ല എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള നെഹ്റു കുടുംബഭക്തിയും ഈ രാജഭക്തിയും കാരണമാണ് ആ പ്രസ്ഥാനം ഇന്ന് തകർന്ന തരിപ്പണമായി ഇന്ത്യ മരത്തിന് അപ്രസക്തമായി കൊണ്ടിരിക്കുന്നത്. ഈ നിരന്തരമുള്ള ഈ രാജഭക്തി ഉണ്ടല്ലോ, ഏതെങ്കിലും ഇത്തരം കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രം റിസർവ് ചെയ്ത് വെച്ച സ്ഥാനമാണ് പ്രധാനമന്ത്രി പദം എന്നുള്ള നിങ്ങളുടെയൊക്കെ ഒരു ബോധ്യമുണ്ടല്ലോ, ധിക്കാരമുണ്ടല്ലോ, ധാർഷ്ട്യമുണ്ടല്ലോ. ഇത് ഇന്ത്യയിലെ സാധാരണക്കാരോടുള്ള ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്, അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യങ്ങളിൽ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യവും ഇന്ന് പറഞ്ഞ കാര്യവും നോക്കൂ, ഞങ്ങളതിൽ അൺഅപ്പോളജറ്റിക്കാണ്. ഞങ്ങളുടെ വളരെ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് ഏവർക്കും തുല്യനീതി, ആരോടുമില്ല പ്രീണനം എന്നുള്ളതാണ്. ജസ്റ്റിസ് ഫോർ ഓൾ, അപ്പീസ്മെന്റ് ഫോർ നൺ എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി എന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് എന്താ? കോൺഗ്രസിന്റെ എന്നത്തെയും പൊളിറ്റിക്സ് മുസ്ലിം അപ്പീസ്മെന്റ് ആണ്. മുസ്ലിം മതന്യൂനപക്ഷ വിഭാഗത്തെ പ്രീണിപ്പിച്ച് വോട്ട് ബാങ്ക് കരസ്ഥമാക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ എക്കാലത്തെ നയമാണ്. അത് തുറന്നു പറയുന്നതാണോ തെറ്റ്? ഷബാനു കേസിന്റെ കാലത്ത് കോൺഗ്രസ് ചെയ്തെന്താ? 400 ചില്ലാൻ സീറ്റുമായി ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് സുപ്രീം കോടതി വിധി മറികടന്നുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം മതപൗരോഹിത്യത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ഇവരല്ലേ മുസ്ലിം പ്രീണനത്തിന്റെ ആളുകൾ? ഇവരല്ലേ മുസ്ലിംകളെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ടുണ്ടാക്കാൻ നോക്കുന്നവർ? ഇത് തുറന്ന് പറയുന്ന ഞങ്ങൾ വർഗീയവാദികളാണോ? അല്ല, അത് ഭയപ്പെടുന്നതിന്റെ പ്രശ്നമാണോ സന്ദീപ്? സബ്കാ സാത്ത് സബ്കാ വികാസ് പറയുന്ന നിങ്ങൾ ഈ രാജ്യത്തെ ഒരു മതവിഭാഗത്തെ അതായത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനത്ത് വരുന്ന മതവിഭാഗത്തെ അപരവൽക്കരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മതവിഭാഗത്തെ കുറിച്ച് നുഴഞ്ഞുകയറ്റക്കാർ, കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർ എന്നൊക്കെ പറയാണ്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു മതവിഭാഗത്തെ ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ് എന്ന് പറഞ്ഞ് അപരവൽക്കരിക്കുക? എങ്ങനെയാണ് അവരെ ഭീകരവൽക്കരിക്കുക? ഇതൊരു മൗലികമായ പ്രശ്നമാണ്. ബാക്കിയൊക്കെ പിന്നെയല്ലേ? ബാക്കിയൊക്കെ പിന്നെ അല്ല, ഇപ്പൊ തന്നെ തീർക്കാം, എല്ലാം പറഞ്ഞു പോകാമല്ലോ. ഈ ഞങ്ങൾ മുസ്ലിം വിഭാഗത്തെ അല്ല പറഞ്ഞത്, മറിച്ച് കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണന നയത്തെക്കുറിച്ചാണ് പറയുന്നത്. കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണന നയത്തോട് മുസ്ലിങ്ങൾക്ക് പോലും യോജിപ്പില്ല. കാലങ്ങളായിട്ട് ഇവർ പിന്തുടരുന്ന മുസ്ലിം പ്രീണന നയത്തോട് മുസ്ലിങ്ങൾ തന്നെ വലിയൊരു വിഭാഗത്തിന് യോജിപ്പില്ല. ഞങ്ങൾക്ക് തുല്യനീതി മതി എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. നിങ്ങൾ മുസ്ലിങ്ങളെ സ്ത്രീകളെ എടുക്കൂ. മുസ്ലിം സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു മുത്തലാഖ് പ്രശ്നം. ലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ ഒപ്പിട്ട് ഈ രാജ്യത്തെ രാഷ്ട്രപതിക്ക് നിവേദനം കൊടുത്തു. കോൺഗ്രസിന്റെ നിലപാട് എന്താ കാര്യത്തിലുള്ളത്? കോൺഗ്രസിന്റെ നിലപാട് മുസ്ലിം യാഥാസ്ഥിക മത പൗരോഹിത്യത്തിനൊപ്പമാണ്. UCCയുടെ കാര്യത്തിൽ ഇവരുടെ അഭിപ്രായം എന്താണ്? മുസ്ലിം സ്ത്രീകൾക്ക് തുല്യനീതി ഉറപ്പാക്കണം, അവർക്ക് സ്വത്തിൽ തുല്യമായിട്ടുള്ള അവകാശം കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവരെന്താ പറയുന്നത്? മുസ്ലിം മതപൗരോഹിത്യത്തിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വിമർശിക്കേണ്ടി വരുന്നത്. ഇവരുടെ ഈ അപ്പീസ്മെന്റ് പൊളിറ്റിക്സിനെതിരായിട്ടുള്ള വിമർശിക്കും. അതൊക്കെ സ്വാഭാവികം. ഇതൊക്കെ ഈ പറഞ്ഞ പൊളിറ്റിക്സ് BJPയുടെ DNA യിലുള്ളതാണ്. എനിക്ക് അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ നോക്കൂ, ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. പാകിസ്ഥാനും ഇന്തോനേഷ്യയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലാണുള്ളത്. ഈ ജനസംഖ്യയുടെ 14.5% മുസ്ലിങ്ങളാണ്. കോടിക്കണക്കിന് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്ത് ഒരു സമൂഹത്തെക്കുറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുമ്പോൾ അവരെ ഇന്നത്തെ സംസാരത്തിൽ പോലും ഈ ദളിതരുടെയും പിന്നാക്കക്കാരുടെയും കോട്ട എടുത്ത് ഇവർക്ക് നൽകി എന്നാണ് ആരോപിക്കുന്നത്. അപ്പോൾ ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കൂ. ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇങ്ങോട്ട് വരുന്ന ഈ അടുത്തടുത്ത ദിവസങ്ങളിലെ എല്ലാ ദിവസവും മുസ്ലിം ബാഷിംഗ് ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? അതാണ് ഇവിടുത്തെ മൗലികമായ പ്രശ്നം. അഭിലാഷ് പറഞ്ഞത് തെറ്റുണ്ട്. ഇത് മുസ്ലിം ബാഷിംഗ് അല്ല, കോൺഗ്രസ് ബാഷിംഗ് ആണ്. കോൺഗ്രസ് നടക്കുന്ന മുസ്ലിം നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെയാണ് മുസ്ലിം വിഭാഗത്തിനെതിരാവുന്നത്? ഞാൻ അല്ല, ഇവിടെ മുസ്ലിം വിഭാഗത്തിന് ഏവർക്കും തുല്യനീതി എന്ന് ഞങ്ങൾ പറയുമ്പോൾ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവരെ മുഴുവൻ മാനിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കൂടി ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്ത് ഹിന്ദുവിന് കിട്ടുന്ന അതേ അവകാശങ്ങൾ, അതേ ആനുകൂല്യങ്ങൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മതം നോക്കി എവിടെയും ആനുകൂല്യം കൊടുത്തിട്ടില്ല. ഇവിടെ റിസർവേഷന്റെ കാര്യം പറഞ്ഞല്ലോ അഭിലാഷേ, നരേന്ദ്രമോദി തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? വസ്തുതാവിരുദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? കോൺഗ്രസ് 2004 അധികാരത്തിൽ വന്നപ്പോഴല്ലേ ആന്ധ്രാപ്രദേശിൽ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മുസ്ലിങ്ങൾക്ക് റിസർവേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്? SC/ST സംവരണത്തിൽ കൈയിട്ട് വാരിക്കൊണ്ട് മുസ്ലിം വിഭാഗത്തിന് റിസർവേഷൻ കൊടുക്കാൻ കോൺഗ്രസ് എടുത്ത തീരുമാനം രാജ്യം മുഴുവൻ നടപ്പാക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചപ്പോൾ സുപ്രീം കോടതി ഉള്ളത് കൊണ്ടല്ലേ ഈ രാജ്യത്തെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും അവരുടെ റിസർവേഷൻ നഷ്ടപ്പെടാതിരുന്നത്?
അപ്പൊ എന്തിനാണ് ഈ റിസർവേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത്? മുസ്ലിം അപ്പീസ്മെന്റിന്റെ ഭാഗമാണ് അത്. നരേന്ദ്രമോദി തുറന്നു പറഞ്ഞാൽ നരേന്ദ്രമോദി വർഗീയവാദി, ഇതെല്ലാം ചെയ്യുന്ന മുസ്ലിം അപ്പീസ്മെന്റ് ചെയ്യുന്ന കോൺഗ്രസ് സ്വർഗീയവാദി. ഇത് ഇവിടുത്തെ പരിപാടിയാ. ഇനി ഇലക്ഷന്റെ കാര്യം പറഞ്ഞു. ഈ ഇലക്ഷന് തൊട്ട് മുൻപല്ലേ, ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലല്ലേ ഇവരുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ടുള്ള DMK-യുടെ നേതാവ് പറഞ്ഞത് ഡെങ്കു പോലെ മലേറിയ പോലെയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞത്. ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് തന്നെ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനാണെന്ന് DMK-യുടെ മന്ത്രി പൊന്മുടി പറഞ്ഞില്ലേ? എന്താ അവരുടെ നിലപാട്? രാഹുൽ ഗാന്ധി ഒരു വാക്ക് മിണ്ടി അവർക്കെതിരെ? ആ DMK എടുത്ത് പുറത്തു തള്ളാൻ തയ്യാറായോ? ഇവിടുത്തെ ഹിന്ദു ധർമ്മത്തെ ഇല്ലാതാക്കുന്നല്ലേ പറഞ്ഞത്? സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഏതെങ്കിലും ഒരു BJP നേതാവ് മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം മതവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഹിന്ദു വിശ്വാസത്തെ, ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യും, ഡെങ്കുവിനെയും മലേറിയ പോലെയും കൊല്ലുന്നു പറഞ്ഞിട്ട് വായടച്ച് മിണ്ടായിരുന്ന ഇവരാണോ മതേതരക്കാര്? ഹിന്ദുക്കൾക്കെതിരെ എന്തും പറയാനാണോ? എന്താണ് സനാതന ധർമ്മം എന്ന് മാരൻ ഈ ഉദയനിധി ഉദ്ദേശിച്ചതെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഞാൻ